മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. വേനലവധിക്ക് വിട പറഞ്ഞുകൊണ്ട് കുരുന്നുകൾ വിദ്യാലയങ്ങളിലേക്ക് ആദ്യ ചുവടുവെച്ചു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചതുൾപ്പെടെ വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ സ്കൂൾ തുറന്നത്. പുത്തനുടുപ്പുമിട്ട് പുതുമണം മാറാത്ത പുസ്തകങ്ങളും ബാഗും കുടയും ചെരുപ്പുമൊക്കെയിട്ടാണ് കുരുന്നുകൾ തങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് എത്തിയത്. ഏറെ പ്രതീക്ഷയോടെ തങ്ങളുടെ കുരുന്നുകളെ കൈപിടിച്ചു കൊണ്ടുവരുന്ന രക്ഷിതാക്കളും ഏറെ കൗതുകത്തോടെ പുതിയ ക്ലാസുകളിലേക്ക് എത്തുന്ന കുരുന്നുകളുമാണ് ഓരോ വിദ്യാലയത്തിലെയും മനോഹരമായ കാഴ്ച. കുട്ടികളെ വരവേൽക്കാൻ ചുമരിൽ വർണ്ണാഭമായ ചിത്രങ്ങൾ വരച്ചും തോരണങ്ങളാൽ അലങ്കരിച്ചും കളിക്കാനായി കളിക്കളമൊരുക്കിയും കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്താൻ കുടുക്ക നൽകിയും കുരുന്നു മക്കൾക്ക് ബാഗും മറ്റ് പഠനോപകരണങ്ങളും നൽകിയുമാണ് മഞ്ചേരിയിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തിയത്. മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ നടത്തിയ ബ്ലോക്ക് തല പ്രവേശനോത്സവം മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം നവാഗതരാണ് 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനും നടത്തി. നവാഗതരായ കുട്ടികളെ സ്വീകരിക്കാൻ മറ്റ് വിദ്യാലയങ്ങളിൽ എന്ന പോലെ വിപുലമായ പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ പിന്നീട് ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ച ഒരു പൊതുവിദ്യാലയമാണ് GLP സ്കൂൾ മഞ്ചേരി. ഇവിടെ നവാഗതരെ സ്വീകരിക്കുന്നതോടൊപ്പം കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്ക് സമ്പാദ്യ കുടുക്കയാണ് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഇവിടെ കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.